ചെറുപ്പത്തിൽ കൊയ്ത്തിൻ്റെ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായയും പലഹാരമൊക്കെ കൊണ്ടുപോയി കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് കേട്ടോ, എൻ്റെ അശ്വതിയുടെയും. അപ്പോൾ ഇത് പോകുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഓരോ രൂപയും തരും കേട്ടോ, സിപ്പപ്പ് കൈക്കൂലിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലേക്ക് ഓടി വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫ്രണ്ട് അജയും വിനിയും ലവ് മാരേജാണ് കേട്ടോ അവർ. അപ്പോൾ വിനിയുടെ അമ്മ വന്നിട്ടുണ്ട്. വിനിയുടെ അമ്മ വിനിയുടെ ഏട്ടന് വേണ്ടിയിട്ട് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു പങ്ക് എനിക്കും കിട്ടിയിട്ടോ. നല്ല അവിയലും ചിക്കൻ പൊരിച്ചതും ചെമ്മീൻ കറിയും പിന്നെ അതുപോലെ ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ വിനിയുടെ അമ്മ ഭയങ്കര രസികത്തെയാണ് കേട്ടോ. പണ്ട് നമ്മൾ നെല്ല് കുത്താൻ പോയ കഥകളും കടയിലേക്ക് പോയ കഥകളും കൊയ്ത്തിൻ്റെ കഥകളും അങ്ങനെ പണ്ടത്തെ നൊസ്റ്റാളജി അടിച്ചിട്ടുള്ള ഐറ്റംസ് മൊത്തം ഞങ്ങൾ പറഞ്ഞ് കളിയും ചിരിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്തത് എൻ്റെ മുത്തശ്ശനെയാണ്, ഗോവിന്ദൻകുട്ടി നമ്പ്യാർ. മൂപ്പര് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. സ്നേഹമില്ലാഞ്ഞിട്ടല്ല കേട്ടോ, എൻ്റെ കുറുമ്പ് കാരണം കൊണ്ടാണ്. അപ്പോൾ മുത്തശ്ശനെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്തു. കൊയ്ത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ ഞാനും മുത്തശ്ശനുമാണ് മെയിനായിട്ട് ഇറങ്ങുക. അപ്പോൾ ഇത് കൊണ്ടുപോയി കൊടുക്കാനും പിടിക്കാനും നെല്ല് കുത്താൻ പോവാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ടൈമിലുണ്ടായിരുന്നു. അപ്പോൾ വല്ലാണ്ട് അതൊക്കെ മിസ് ചെയ്തു.